ഹായ് ഓൾ, ഫോർത്ത് സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്ന പ്രിയ വിദ്യാർത്ഥികൾക്കെൻ്റെ വിജയാശംസകൾ. BA ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസം എന്ന പേപ്പറിൻ്റെ എക്സാം ഓറിയൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ ഒരു കാര്യം പറയാം. ലിറ്റററി ക്രിറ്റിസിസം എന്ന പേപ്പർ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഇരുന്നിട്ട് ഈ ഒരു പേപ്പർ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എക്സാമിന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചില ഏരിയാസിനെ കുറിച്ചുള്ള ഒരു അസംഷൻ, നിങ്ങൾക്കൊരു ചെറിയ ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ഏതൊക്കെ ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിറ്റററി ക്രിറ്റിസിസത്തിന് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം അല്ലെങ്കിൽ പാസ്സാവാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റാണ് നടത്താൻ പോകുന്നതെന്ന് ആദ്യമേ പറയുന്നു. നമുക്ക് മൊഡ്യൂൾ വൈസ് ആയിട്ട് എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് നോക്കാം. ക്ലാസിക്കൽ ലിറ്റററി ക്രിറ്റിസിസം, അതുപോലെ ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസം 17th സെഞ്ച്വറി, മൊഡ്യൂൾ 3 ലിറ്റററി ക്രിറ്റിസിസം 20th സെഞ്ച്വറി ആൻഡ് ലാസ്റ്റ് മൊഡ്യൂൾ 4 ഗ്ലോഷറി. ഇത്ര ഏരിയയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ തന്നെ പ്രധാനമായിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നതാണ് പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഹൊറേസ് ആൻഡ് ലോഞ്ചൈനസ് ക്ലാസിക്കൽ ക്രിറ്റിസിസം എന്നുള്ള ഏരിയയിൽ. അതിൽ പ്ലാറ്റോയെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണം? ഫസ്റ്റ് ഏരിയ പ്ലാറ്റോസ് തിയറി ഓഫ് ഐഡിയ, അതായത് അദ്ദേഹം ഐഡിയ എന്നുള്ളതിനെ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുമ്പോൾ തിങ്സ് അല്ലെങ്കിൽ ആർട്ട്, ലിറ്ററേച്ചർ ഇവ ഒരു കോപ്പി ആണ് എന്നും, അങ്ങനെ വരുമ്പോൾ ഇത് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്ന് പറയുന്ന ഒരവസ്ഥയാകുന്നുണ്ട് തന്നെ ഒരിക്കലും ട്രൂത്തിന് സേഫ് ഗാർഡ് അല്ല എന്ന് പറഞ്ഞ തിയറി ഓഫ് ഐഡിയ എന്ന ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കണം. ഓക്കെ. സെക്കൻഡ് വൺ പ്ലാറ്റോസ് അറ്റാക്സ് ഓൺ പോയട്രി. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്ലാറ്റോസ് അറ്റാക്സ് ഓൺ പോയട്രി വരാം. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം? പ്ലാറ്റോസ് അറ്റാക്സ് ഓൺ പോയട്രി 3 ഹെഡിലാണ് വരുന്നത്: പോയറ്റിക് ഇൻസ്പിറേഷൻ, ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി ആൻഡ് മോറൽ ക്യാരക്ടർ. ഫസ്റ്റ് കേസ് ഇമോഷണൽ അപ്പീൽ ഓഫ് ഇൻസ്പിറേഷൻ എന്നുള്ള ഏരിയയിൽ വരുമ്പോൾ പോയട്രി എന്നുള്ള സഡൻ ഇൻസ്പിറേഷൻ ആണ്, ഔട്ട് പോറിംഗ് ആണ്. അതുകൊണ്ട് അത് ടെസ്റ്റ് ഓഫ് റീസൺ ഇല്ല എന്ന പോയിൻ്റ് നിർബന്ധമായും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുക. ശേഷം ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി എന്നുള്ള ഏരിയയിൽ അത് ഒരിക്കലും ഇമോഷനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, മറിച്ച് ഇൻ്റലക്റ്റിനെ അല്ല, ഹൃദയത്തിനെയാണ്, ബ്രെയിനിനെ അല്ല എന്നുള്ള കാരണം പറഞ്ഞ് അദ്ദേഹം എതിർക്കുന്നു. നോൺ മോറൽ ക്യാരക്ടർ എന്നുള്ള പോയിന്റ് വരുമ്പോൾ അതിൽ വെർച്യു വൈസ് ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഒരിക്കലും സേഫ് ഗാർഡ് അല്ല എന്ന പോയിന്റ് നിങ്ങൾ ഉൾപ്പെടുത്താൻ മറക്കരുത്. ശേഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫങ്ഷൻ ഓഫ് പോയട്രി. അതായത് പ്ലാറ്റോ പറയുന്നു ടീച്ചറായിട്ട് കാണണം. പ്ലാറ്റോ പറയുന്നു പോയറ്റ് ആസ് എ ഗുഡ് ആർട്ടിസ്റ്റ് ആൻഡ് ആസ് എ ഗുഡ് ടീച്ചർ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കാവുന്നതാണ്. ശേഷം ഉള്ള ഏരിയാസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്ലാറ്റോസ് ഒബ്സർവേഷൻ ഓഫ് സ്റ്റൈൽ എന്നുള്ള ഏരിയ ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ അതിൽ അദ്ദേഹം പറയുന്നു. ഒരു ഒറേറ്റർ എന്നുള്ള രീതിയിൽ ഗുഡ് സ്പീക്കിംഗ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ അദ്ദേഹത്തിന് ആർട്ട് ഓഫ് സ്പീക്കിംഗ് അറിയണം, സൈക്കോളജി അറിയണം, ഒരു ബിഗിനിങ്, മിഡിൽ, എൻഡ് ഉണ്ടായിരിക്കണം എന്നുള്ള ആ പോയിന്റ് നിങ്ങൾ മറക്കാതെ എഴുതുക. ഇത്രയും ഏരിയ നിങ്ങൾ പ്ലാറ്റോയെ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്ലാറ്റോ എന്ന ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് 2-3 ഷോർട്ട് നോട്ടും ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനും ഒരു എസ്സേ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കാണാൻ പറ്റും. മുൻ വർഷങ്ങളിൽ പ്ലാറ്റോയുടെ ക്വസ്റ്റ്യൻസ് വന്നത് ഏതൊക്കെയാണെന്ന് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി കേൾക്കാം. അതായത് അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് ഐഡിയ ചോദിച്ച് കണ്ടിട്ടുണ്ട്. മാത്രമല്ല പ്രൊഫൗണ്ട് ട്രൂത്തിനെ കുറിച്ച് പ്ലാറ്റോ പറയുന്നതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻ ഓഫ് പോയട്രി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഒബ്സർവേഷൻ സ്റ്റൈൽ ചോദിച്ചിട്ടുണ്ട്. എസ്സി ക്വസ്റ്റ്യന് എപ്പോഴും ഒരു ചോയ്സ് ആയിട്ട് പ്ലാറ്റോ ആസ് എ ക്രിട്ടിക് ഓഫ് പോയട്രി എന്നുള്ള ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാറ്റോ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു എസ്സേ, ഒരു പാരഗ്രാഫ്, 2 ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. രണ്ടാമത് വരുന്നതാണ് അരിസ്റ്റോട്ടിൽ. പ്ലാറ്റോയുടെ ശിഷ്യനായിരുന്ന അരിസ്റ്റോട്ടിൽ പ്ലാറ്റോയേക്കാൾ കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ട്രാജഡിയുടെ ഡെഫിനിഷൻ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഫങ്ഷൻ ഓഫ് പോയട്രി പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും വ്യത്യാസങ്ങളുണ്ട്. അത് കമ്പാരിസൺ, കോൺട്രാസ്റ്റിംഗ് രീതിയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്, ചോദിക്കാവുന്നതാണ്. പ്ലാറ്റോ ടീച്ചറായിട്ട് പോയറ്റിനെ കാണുമ്പോൾ അരിസ്റ്റോട്ടിൽ ആ ഒരു രീതിയിൽ മൊറാലിറ്റിയെ കാണുന്നില്ല. ഫങ്ഷൻ ഓഫ് പോയട്രി ടീച്ച് എന്ന് മാത്രമല്ല പ്ലീസ് എന്ന് കൂടെയാണെന്ന് അരിസ്റ്റോട്ടിൽ പറയുന്ന കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും കോട്ട് ചെയ്യുക.
ശേഷം അരിസ്റ്റോട്ടലിൻ്റെ ഏരിയയിൽ വരാവുന്ന ഫോക്കസ് ചെയ്യേണ്ട പാർട്സാണ് ട്രാജഡിയുടെ കോൺസ്റ്റൻ്റ് പാർട്സ്. 6 കോൺസ്റ്റൻ്റ് പാർട്സ് ഓഫ് ട്രാജഡി എപ്പോഴും വന്ന് കണ്ടിട്ടുള്ളതാണ്. അതായത് തോട്ട്, പ്ലോട്ട്, ഡിക്ഷൻ, സോങ്, സ്പെക്ടിക്കിൾ, ക്യാരക്ടർ. ഈ 6 കാര്യങ്ങളെ കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ അത് തന്നെ സ്ട്രക്ചർ ഓഫ് പ്ലോട്ട്, സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് പ്ലോട്ട് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. ഒരു ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്നുണ്ടായിരിക്കും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് പ്ലോട്ട് എന്നോ അല്ലെങ്കിൽ പ്ലോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് പ്ലോട്ട് എന്ന ക്വസ്റ്റ്യനോ, അതുമല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഡിനോവ്മെൻറ്റ്, ക്ലൈമാക്സ് എന്നുള്ള ആ ഒരു സിമ്പിൾ പ്ലോട്ട്, അല്ലെങ്കിൽ അനാഗ്നോറിസിസ് അല്ലെങ്കിൽ കഥാർസിസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ പെരിപ്പേഷ്യ, അനാഗ്നോറിസ് എന്ന 2 ടേം, അതായത് നോളേജ് ടു അൺനോളേജ് ടു നോളേജ് അല്ലെങ്കിൽ ഇഗ്നോറൻസ് ടു നോളേജ്, റിവേഴ്സൽ ഓഫ് സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്ന പെരിപ്പേഷ്യ, അനാഗ്നോറിസിസ് എന്ന ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഷോർട്ട് നോട്ടിന് ഈ ഒരു ഏരിയ പ്രതീക്ഷിക്കാവുന്നതാണ്. ശേഷം ട്രാജിക് ഹീറോ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പറയും. ഷോർട്ട് നോട്ടിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഹമേഷ്യ അല്ലെങ്കിൽ ട്രാജിക് ഫ്ലോ എന്നുള്ള ഈ ഒരു ഏരിയ ഒരു ക്യാരക്ടർ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നതാണ്. ട്രാജിക് ഹീറോ ഷുഡ് ബി നെയ്തർ ടു ബാഡ് നോർ ടു പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു മീഡിയോക്കർ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു ഏരിയ നിങ്ങൾ നോക്കുക. ഓക്കെ, ശേഷം പോവുകയാണെങ്കിൽ അടുത്തത് ഹൊറേസ് എന്നുള്ളതാണ്. ഹൊറേസിൻ്റെ ഓൺ പോയട്രി, ഓൺ സബ്ജക്റ്റ് മാറ്റർ, പോയറ്റിക് ഡിക്ഷൻ ഏറെക്കുറെ പ്ലാറ്റോ അരിസ്റ്റോട്ടിലുമായിട്ട് സാദൃശ്യവും സാമ്യവും വരുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ അരിസ്റ്റോട്ടിലും പ്ലാറ്റോയും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹൊറേസിന് അറ്റംപ്റ്റ് ചെയ്യാം. ഹൊറേസിൻ്റെ പോയറ്റിക് സ്റ്റൈൽ, ഒബ്സർവേഷണൽ സ്റ്റൈലിൽ പഠിച്ചു വയ്ക്കുക. ശേഷം ലോഞ്ചൈനസിലേക്ക് പോവുകയാണ്. ഫാസ്റ്റായിട്ട് പോകുന്നു. ലോഞ്ചൈനസിൽ വാട്ട് ഈസ് സബ്ലിമിറ്റി, സബ്ലിമിറ്റി എന്താണ്, ഉദാർത്ഥമായിട്ടുള്ള വർക്ക് എന്താണ് എന്നുള്ള പറയുന്ന ഒരു ഏരിയ പഠിച്ചു വയ്ക്കുക. പ്രത്യേകിച്ച് അദ്ദേഹം 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. റെലവൻസ് ഓഫ് സബ്ലിമിറ്റി എന്നുള്ളതിൽ ആ ഒരു ഗ്രാൻഡർ ഓഫ് തോട്ട്, കപ്പാസിറ്റി ഫോർ സ്ട്രോങ് ഇമോഷൻ, അപ്രോപ്രിയേറ്റ് ഫോർ ഫിഗർ ഓഫ് സ്പീച്ച്. ഈ 3 ഏരിയ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം ഏതുമില്ലാതെ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അതിനടുത്ത ഏരിയയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി നിങ്ങളെ ഞാൻ ഉദ്ദേശിക്കുന്നു. ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യനായിട്ട് നിങ്ങളുടെ ഏരിയയിൽ തന്നിട്ടുള്ള ഈ ഒരു ടൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി, പ്ലാറ്റോ ട്രാജഡി എങ്ങനെയാണ് എൻജോയബിൾ ചെയ്യുന്നത്, എങ്ങനെയാണ്, ആർട്ട് എന്താണ്, 3 യൂണിറ്റീസ് എന്താണ്, ഡിനോവ്മെൻ്റ് എന്താണ്, എപ്പിക് എന്താണ് എന്നുള്ള ഏരിയാസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഉറപ്പായിട്ടും യൂണിവേഴ്സിറ്റിയുടെ ഒരു സിസ്റ്റം അനുസരിച്ച് PDF തന്നിട്ടുള്ള ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസിൽ പകുതിയെങ്കിലും അതേപോലെ റിപ്പീറ്റായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ മുഴുവൻ ക്വസ്റ്റ്യൻസും ഏരിയാസും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മോഡൽ ക്വസ്റ്റ്യനിൽ കാണാം. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നെക്സ്റ്റ് ഏരിയാസ് വരുന്നതാണ് 19th സെഞ്ച്വറി ടു ലിറ്റററി ക്രിറ്റിസിസം എന്നുള്ള ഏരിയയിൽ. അതായത് ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ളത് നമുക്ക് സിഡ്നിയുടെ ഏരിയയാണ്. ഫിലിപ്പ് സിഡ്നിയുടെ ഏരിയയിൽ എന്താണ് സ്റ്റീഫൻ ഗോസൻസ് അബ്യൂസ്, ഫിലിപ്പ് സിഡ്നി ആൻ അപ്പോളജി ഫോർ പോയട്രി. അദ്ദേഹം ഫിലിപ്പ് സിഡ്നി പറയുന്നത് പോയട്രി എന്നുള്ളത് എന്താണെന്നും പോയട്രി എന്തല്ല എന്നുള്ളതും പറയുന്നുണ്ട്. അതായത് പോയട്രി വേഴ്സസ് ഫിലോസഫി ആൻഡ് ഹിസ്റ്ററി എന്നുള്ള ഏരിയ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നുകൂടെ ഒരു ഹിസ്റ്റോറിയനെയും പോയറ്റിനെയും കമ്പയർ ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്ന ആ ഒരു ഏരിയ കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതായത് ഹിസ്റ്ററിയൻ എന്ത് ചെയ്യുന്നു, വാട്ട് ഹാസ് ഹാപ്പൻഡ് എന്നുള്ള പറയുമ്പോൾ പോയറ്റ് വാട്ട് ഹാസ് ഹാപ്പൻഡ് എന്നും വാട്ട് മേ ഹാപ്പൻഡ് എന്നും കൂടെ പറയുന്നു എന്നുള്ളത് കൊണ്ട് പോയറ്റ് ഒരിക്കലും ലയേഴ്സ് അല്ല എന്ന് വരുത്തി തീർക്കുന്ന സിഡ്നിയുടെ ഫങ്ഷൻ ഓഫ് പോയട്രി എന്നുള്ള ആ ഒരു ഏരിയ നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ പ്ലാറ്റോയുടെ തിയറി ഓഫ് ഐഡിയ വെച്ചിട്ട് പോയറ്റ് ലയറാണ്, പോയട്രിയിൽ തെറ്റ് മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് സ്റ്റീഫൻ ഗോസൻ പറയുന്ന ചാർജുകളെ അദ്ദേഹം എങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതുകൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്കൊരു പാരഗ്രാഫും ഒരു ഷോർട്ട് നോട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ ജോൺ ഡ്രൈഡൻ്റെ ഫങ്ഷൻ ഓഫ് പോയട്രി നിങ്ങൾ നോക്കി വെച്ചോളുക. അതൊരു ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എസ്സേ ക്വസ്റ്റ്യനും പാരഗ്രാഫും ഷോർട്ട് നോട്ടും കൂടെ വരുന്നതാണ് വേർഡ്സ്വർത്ത്.
കഴിഞ്ഞ വർഷങ്ങളിലെ 6th സെമസ്റ്ററിലെ ക്രിറ്റിസിസം പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് സബ്ജക്റ്റ് മാറ്റർ ഫോർ പോയട്രി. എന്തുകൊണ്ടാണ് പ്രിഫേസ് എഴുതിയത്? ലിറ്ററേച്ചറിൻ്റെ വേർഡിൽ ആ ഒരു പോയട്രിയുടെ ഫൈനർ ബ്രീത്ത് ഓഫ് നോളജ് എന്ന് പറഞ്ഞുകൊണ്ട് റൊമാൻറ്റിക് റിവൈവൽ കൊണ്ടുവന്ന വേർഡ്സ്വത്തിൻ്റെ പ്രിഫേഴ്സ് ടു ലിറിക്കൽ ബാലഡ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള ഒരു ഏരിയ. അതുപോലെ തന്നെ സബ്ജക്റ്റ് മാറ്റർ ഓഫ് പോയട്രി ഒരു പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് പലതവണ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ചോദിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. വാട്ട് വാസ് ദ ചീഫ് ഒബ്ജക്റ്റ് ഓഫ് പോയംസ് ഇൻ ലിറിക്കൽ ബാലഡ് അക്കോർഡിംഗ് ടു വേർഡ്സ്വർത്ത്? അതായത് ഒരു നോർമൽ ലാംഗ്വേജിൽ എഴുതുന്ന പോയട്രി ആയിരുന്നു അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് വരെയുള്ള നിയോ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൻ്റെ ലാംഗ്വേജിൻ്റെ സ്റ്റൈലും ഡിഫിക്കൽട്ടിയും ടഫ്നെസ്സും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നേച്ചറിനെയും സിമ്പിൾ മേനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് എഴുതിയ പോയട്രി ആയിരുന്നു വേർഡ്സ്വർത്തിൻ്റെ പ്രിഫേഴ്സ് ടു ലിറിക്കൽ ബാലഡ്. ആ ഒരു രീതിയിൽ റെസ്റ്റിക് ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കുക. കൂട്ടത്തിൽ തന്നെ വേർഡ്സ്വർത്ത് ഒരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണെന്ന് ഞാൻ 100% ഉറപ്പ് വരുന്നു. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന മൊഡ്യൂൾ 1 പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ ഒരു എസ്സേ, ശേഷം വരുന്ന മൊഡ്യൂളിൽ വേർഡ്സ്വർത്ത് ഒരു എസ്സേ, 2 എസ്സേ എഴുതിയാൽ മതി. ഈ 2 നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ചോയ്സിനുള്ള ചാൻസ് കാണാവുന്നതാണ്. അതിനുശേഷം കോളേജിൻ്റെ ബയോഗ്രാഫിയ ലിറ്റററിയ എന്ന ഏരിയ വരുന്നു. അവിടെ തന്നെ ഈ വേർഡ്സ്വർത്തും കോളേജും തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ട് ഒന്ന് വായിച്ചു പോവുക. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അവിടെ കിട്ടും. തിയറി ഓഫ് ഇമാജിനേഷൻ അല്ലെങ്കിൽ ഫാൻസി എന്നുള്ള പ്രൈമറി ഇമാജിനേഷൻ, സെക്കൻഡറി ഇമാജിനേഷൻ എന്ന ഏരിയ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ശേഷം നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. മാത്യു അർണോൾഡിൻ്റെ ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം അല്ലെങ്കിൽ ക്ലാസിസിസം എന്നുള്ള ഒരു ഏരിയ. അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയയിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ഈ പറഞ്ഞ ഏരിയയിൽ മാത്യു അർണോൾഡ് പറയുന്നു ഈ ഗ്രാൻഡ് സ്റ്റൈൽ എങ്ങനെയാണ് എൻവിസേജ് ചെയ്യുന്നത്, ക്ലാസിസം എന്നുള്ളതിൽ കോൺസെപ്റ്റ് ഓഫ് കൾച്ചർ എന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കിക്കൊള്ളുക. ഫങ്ഷൻ ഓഫ് പോയട്രി എന്താണെന്ന് കൂടി. ശേഷം ടച്ച് സ്റ്റോൺ മെത്തേഡ് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ട ഒരു ഏരിയയാണ്. ടച്ച് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉരകല്ല്. അതായത് നമ്മുടെ പോയട്രിയുടെ ക്വാളിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് ഏതാണ് നല്ല പോയം, ഏതാണ് തെറ്റായ പോയം, അല്ലെങ്കിൽ ഏതാണ് ബെസ്റ്റ് പോയം എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടി മാത്യു അർണോൾഡ് കുറച്ച് പേരെ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. ഗ്രീക്ക് ക്രിറ്റിക്സ് ആയിട്ടുള്ള കുറച്ച് പേരെ മാസ്റ്റേഴ്സിനെ പ്രിഫർ ചെയ്തുകൊണ്ട് അവരുടെ പോയട്രിയെ കമ്പയർ ചെയ്തുകൊണ്ട് ഡാൻഡെ, ഹോമർ തുടങ്ങിയ ജോൺ മിൽട്ടൺ, ഷേക്സ്പിയർ തുടങ്ങിയ ആളുകളെ ടച്ച് സ്റ്റോൺ ആക്കിക്കൊണ്ട് അവരുടെ പോയട്രിയെ കമ്പയർ ചെയ്തുകൊണ്ട് കോൺട്രാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് എഴുതുന്ന ക്രിറ്റിസിസമാണ് എന്നതുകൊണ്ട് തന്നെ നിങ്ങളത് ഫോക്കസ് ചെയ്യുക. ഗ്രാൻഡ് സ്റ്റൈൽ എന്താണെന്ന് ഒന്നുകൂടെ ഉറപ്പുവരുത്തിക്കൊള്ളുക. ഓക്കെ, തൊട്ടടുത്ത് മൊഡ്യൂളിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെയാണ് നമുക്ക് കാത്തിരിക്കുന്ന മറ്റൊരു എസ്സേ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ആൾ T.S. എലിയറ്റ്. അതായത് അദ്ദേഹത്തിൻ്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റിൽ വാട്ട് ഈസ് ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈസി ആയിട്ട് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റിയതല്ല. അതിന് ഗ്രേറ്റ് ലേബർ എന്ന് പറയണം. ആ ഗ്രേറ്റ് ലേബറിൽ വരുന്നതാണ് ഗ്രേറ്റ് ലേബർ എന്നുള്ള ഏരിയയിൽ അദ്ദേഹം പറയുന്നു ഹിസ്റ്റോറിക്കൽ സെൻസ് എന്താണെന്ന് പറയേണ്ടത്. അതുകൊണ്ട് ഹിസ്റ്റോറിക്കൽ സെൻസ് ഈസ് എ പാസ്റ്റ്നെസ് ഓഫ് ദ പാസ്റ്റ് എന്നുള്ള ആ ഒരു ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അത് പഠിച്ചുകൊള്ളുക. ശേഷം അദ്ദേഹം പറയുന്നു ഫങ്ഷൻ ഓഫ് ട്രഡീഷൻ എന്നുള്ളതിന് ശേഷം അദ്ദേഹത്തിൻ്റെ എസ്സേ ക്വസ്റ്റ്യനായിട്ട് വരാറുള്ള ഒരു ഏരിയയാണ് തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റി ഓൺ പോയട്രി, അല്ലെങ്കിൽ എക്സിസ്റ്റൻ ഓഫ് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ദ പോയറ്റിക് പ്രോസസ്, ദ അനലോഗി ഓഫ് കാറ്റലിസ്റ്റ്. പാരഗ്രാഫ് അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യനായിട്ട് ഷുവറായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ഏരിയ. അതായത് പോയറ്റ് എന്നുള്ളത് ഒരു കാറ്റലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് ഒരിക്കലും പോയട്രിയിൽ വരുന്നില്ല, മറിച്ച് അത് പോയട്രി എഴുതാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഒരു കാര്യം മാത്രമാണ് എന്നാണ് അദ്ദേഹം വരുത്തി തീർക്കുന്നത്. അതിനൊരു അദ്ദേഹം ഒരു എക്സാമ്പിൾ കൂടെ തരുന്നു. കെമിസ്ട്രിയിൽ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ പ്ലാറ്റിനം എന്നുള്ള സാധനം അനലോഗിയായിട്ട് അതിലേക്ക് കൊടുക്കപ്പെടുന്നു. ആ രാസപ്രവർത്തനം കഴിഞ്ഞ് തീരും വരെയും പ്ലാറ്റിനത്തിന് ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല, മറിച്ച് സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണം നടക്കുകയും ചെയ്യുന്നു എന്നുള്ള അതേ പ്രോസസ്സാണ് പോയറ്റിക് ക്രിയേഷനിലും നടക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഓക്കെ, സോ ആ ഒരു ഏരിയയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ, പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒന്നാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്നുള്ള ഏരിയ.
ആ ഒരു ഏരിയ നിങ്ങൾ നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്യുക. ആ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്നുള്ളത് എന്താണ്? ഒരു സെറ്റ് ഓഫ് പ്രാക്ടീസ് അല്ലെങ്കിൽ ചെയിൻ ഓഫ് ഇവൻറ്റ്സ്. അതാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ ഒരു സിറ്റുവേഷൻ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്, കൺവേ ചെയ്യുന്ന ഒരു ഫോർമുല. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഷോർട്ട് നോട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടും. നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഏരിയ കൂടി ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ഉറപ്പ് തരുന്നു. അവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാം. ഓക്കെ. ദെൻ ഐ.എ. റിച്ചാർഡ്സ്, അടുത്ത പ്രാക്ടിക്കൽ ക്രിറ്റിസിസത്തിൻ്റെ വാക്താവ് എന്നറിയപ്പെടുന്ന ടു യൂസ് ഓഫ് ലാംഗ്വേജിൻ്റെ വാക്താവായിട്ടുള്ള സയൻറ്റിഫിക് ആൻഡ് അതർ യൂസേജിൽ വരുന്ന ആളാണ് ഐ.എ. റിച്ചാർഡ്സ്. നിങ്ങൾ അവിടെ നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ, ഷോർട്ട് നോട്ടിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ് 4 kinds of meaning according to ഐ.എ. റിച്ചാർഡ്സ്. ഓക്കെ. ദെൻ നമ്മൾ അടുത്ത ഏരിയയിൽ കാണാം, നിങ്ങൾ ഉറപ്പിച്ചോളുക, 2 ഷോർട്ട് നോട്ട്, ഡീഫെമിലറൈസേഷൻ എന്ന ഏരിയയും ഫബുല ആൻഡ് സുഷെ, അതായത് സ്റ്റോറി പ്ലോട്ട് എന്നുള്ള ഈ ഒരു ഏരിയ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചോളുക. ഉറപ്പായിട്ടും ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യനായിട്ട് അത് ഉൾപ്പെടുന്നതാണ്. എന്താണ് ആ 2 ടേം? ഡീഫെമിലറൈസേഷൻ എന്നുള്ള റഷ്യൻ ഫോർമലിസ്റ്റ് തിയറിയിലുള്ള ടേമാണ്. ആ ഒരു ഫെമിലറൈസ് ആയിട്ടുള്ള കാര്യങ്ങളെ ഡീഫെമിലറൈസ് ആയിട്ടുള്ള രീതിയിൽ, വ്യക്തമായിട്ട് അറിയുന്ന കാര്യങ്ങളെ അവ്യക്തമായ രീതിയിൽ അല്ലെങ്കിൽ അപരിതമായ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഡീഫെമിലറൈസേഷൻ. ആൻഡ് ആംബിഗ്വിറ്റി നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കേണ്ട ഒരു ടേമാണെന്ന് ഞാൻ പറയും. ആംബിഗ്വിറ്റി അല്ലെങ്കിൽ അവ്യക്തത, അൺക്ലിയർ എന്നുള്ള രീതിയിൽ വില്യം എംസൺ ഫോക്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു ടേം കൂടെ നോക്കിക്കൊള്ളുക. വീണ്ടും വരികയാണ് ഇൻറ്റൻഷണൽ ഫാലസി, അഫക്റ്റീവ് ഫാലസി, പതറ്റിക് ഫാലസി. 3 ഫാലസികൾ നിങ്ങൾ നോക്കേണ്ട കൂട്ടത്തിൽപ്പെടുന്ന, നിർബന്ധമായിട്ടും ഇതാക്കേണ്ടതാണ്. അതായത് എറർ ഓഫ് ജഡ്ജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു ഇൻറ്റൻഷന് ബേസ്ഡ് ആണെങ്കിൽ ഇൻറ്റൻഷണൽ ഫാലസി എന്ന് പറയും. അത് എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് നോക്കുകയാണെങ്കിൽ അതിനെ അഫക്റ്റീവ് ഫാലസി എന്ന് പറയും. ഇനി ഹ്യൂമൻ ക്വാളിറ്റീസ് ഒരു മൃഗങ്ങൾക്ക് ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ അതിനെ പതറ്റിക് ഫാലസി എന്ന് പറയും. അപ്പോൾ ആ ഏരിയ കൂടെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്തോളുക. ഗ്ലോസറി ഏരിയയിൽ അടുത്തതായിട്ട് നിങ്ങൾക്കൊരു എസ്സെ ക്വസ്റ്റ്യന് ചോയ്സിൽ വരാവുന്ന ക്വസ്റ്റ്യനാണ് തിയറി ഓഫ് രസ. രസ ഈസ് എ കോമ്പിനേഷൻ ഓഫ് വിഭവ, അനുഭവ ആൻഡ് വ്യഭികാരി ഭാവ എന്നുള്ള ഒരു ഏരിയ. വാട്ട് ഈസ് വിഭവ, വാട്ട് ഈസ് അനുഭവ, വാട്ട് ഈസ് വ്യഭികാരി ഭാവ, വാട്ട് ഈസ് ഇമോഷൻ എന്നുള്ള ആ ഒരു ഏരിയയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കാണാം രസ തിയറി ഉണ്ടായിരിക്കും. എന്താണ് അലങ്കാര എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഒരു എസ്സെ ക്വസ്റ്റ്യനായിട്ടും ഈ ഒരു ഏരിയ കാണാവുന്നതാണ്. സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ പറയുന്നു, ധ്വനി എന്നുള്ള ഏരിയ കൂടി നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇത്രയും ഏരിയകൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ഫോക്കസ് ചെയ്ത് പറയുന്നു, തിണൈ എന്നുള്ള ഏരിയ. അതായത് തമിഴ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. പഴയ സംഘകാല കൃതിയിൽ വരുന്ന സാധനമാണ് തിണൈ. മുല്ലൈ, തിണൈ തുടങ്ങിയ 5 ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ഏരിയ കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾക്ക് എസ്സെ ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസും കൂടെ കവർ ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് നല്ലൊരു മാർക്ക് വാങ്ങും. നിയോ ക്ലാസിസം എന്നുള്ള ഒരു ഏരിയ, ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ക്ലാസ്സിസ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് നോട്ട് ഏരിയയിൽ ആ ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾക്ക് കിട്ടും. അതുകൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾ ചെയ്ത ഏരിയകൾ ക്ലിയർ ആയിട്ട് മാറും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നെഗറ്റീവ് ക്യാപ്പബിലിറ്റി ആൻഡ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ ഓർ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ 100% ഷുവർട്ടി പറയുന്ന 2 ക്വസ്റ്റ്യനാണത്. ആംബിഗ്വിറ്റി പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് ക്യാപ്പബിലിറ്റി എന്നുള്ളത് കീറ്റ്സ് കോയിൻ ചെയ്തിട്ടുള്ള ഒരു ടേമാണ്. അതായത് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്നുള്ള രീതിയിൽ അൺസർട്ടനിറ്റി, മിസ്റ്റീരിയസ് ആയിട്ട് ഡൗട്ട്സ് നമ്മൾ അറിയുമ്പോൾ പോലും നമ്മൾ റീസണെ പ്രിസണർ ആക്കിക്കൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ സാധനമാണ് നെഗറ്റീവ് ക്യാപ്പബിലിറ്റി. അതുകൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്തോളുക. ദെൻ 3 യൂണിറ്റീസ് കഥാർസിസ്. ഈ 2 ടേം നിങ്ങൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഷോർട്ട് നോട്ടായിട്ട് കൂടെ കാണാറുണ്ട്. ഈ ഒരു രീതിയിൽ ഒരു അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്രിറ്റിസിസം എന്ന പേപ്പർ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി ഒരു 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. റിപ്പീറ്റ് ചെയ്യുന്നു, സബ്ലിമിറ്റി ഇൻ ലിറ്ററേച്ചർ, കോൺസെപ്റ്റ് ഓഫ് തിണൈ, നെഗറ്റീവ് ക്യാപ്പബിലിറ്റി, ഫബുല ആൻഡ് സുഷെ, കത്താർസിസ്, 3 യൂണിറ്റീസ്, സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് പ്ലോട്ട് ആൻഡ് അനാഗ്നോറിസിസ് ആൻഡ് പെരിപ്പേഷ്യ. ഇത്ര ഏരിയ നിങ്ങൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോളുക. ഷോർട്ട് നോട്ടായിട്ട് ഡിഫൈൻ ട്രാജഡി, ഡിഫൈൻ theory of idea by Plato, Hamertia and definition function of poetry Arnold, and F.R. Lewis concept of good critic and defamiliarization,
വാട്ട് ഈസ് ഒബ്ജക്റ്റീവ് പോയട്രി ഇൻ ലിറിക്കൽ ബാലഡ് ആൻഡ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്, ടെൻഷൻ ഇൻ പോയട്രി അലൻ ടാറ്റെ. ഇത്ര ഏരിയയെങ്കിലും ഷോർട്ട് നോട്ടിൽ നിന്ന് പ്രതീക്ഷിക്കാം. എസ് എ വീണ്ടും ഞാൻ പറയുന്നു, ചോയ്സ് ആയിട്ട് 4 ക്വസ്റ്റ്യൻ കാണും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ക്ലാസിക്കൽ ലിറ്ററേച്ചർ, ഒന്നുകിൽ പ്ലാറ്റോ അല്ലെങ്കിൽ അരിസ്റ്റോട്ടിൽ, ഷുവറായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് 100%. രണ്ടാമത് ഏരിയ വില്യം വേർഡ്സ്വർത്ത്, മൂന്നാമത് മാത്യു അർണോൾഡ് ഓർ ടി.എസ്. എലിയറ്റ്, ആൻഡ് ലാസ്റ്റ് വൺ തിയറി ഓഫ് രസ. ഇത്ര ഏരിയകൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ഷുവറായിട്ട് ലിറ്റററി ക്രെഡിറ്റ്സിൽ നിങ്ങൾക്ക് 50 മാർക്സ് എങ്കിലും സ്കോർ ചെയ്ത് മാർക്ക് വാങ്ങാം എന്ന് ഉറപ്പായിട്ട് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. താങ്ക്